ഹരി ഓം. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഭാരതത്തിൻ്റെ 78ാമത് സ്വാതന്ത്ര്യദിന ആശംസകൾ. നമ്മുടെ ഭാരതമാതാവ് 78ാമത് സ്വാതന്ത്ര്യദിന പിറന്നാളിലേക്ക് കടക്കുകയാണ്. നമ്മുടെ ധീരവീരശൂര പരാക്രമികളായ രാജ്യസ്നേഹികളും നിസ്വാർത്ഥരും രാജ്യത്തിനു വേണ്ടി ജീവൻ ബലിയർപ്പിച്ച ആ ധീരന്മാർ നമുക്ക് നേടിത്തന്ന സ്വാതന്ത്ര്യത്തിൽ ഒതുങ്ങുന്നതാണോ നമ്മുടെ സ്വാതന്ത്ര്യം എന്ന് നാം ഇന്നത്തെ കാലഘട്ടത്തിൽ ഒന്ന് പുനഃപരിശോധിക്കേണ്ടിയിരിക്കുന്നു. കാരണം നമ്മുടെ തൊട്ട അയൽപക്ക രാജ്യങ്ങളിൽ അടുത്ത കാലത്ത് നടന്ന കലാപങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചു കാണും. ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾക്ക് നേരെ, അതുപോലെ മറ്റ് മൈനോറിറ്റിക്കൊക്കെ നേരെ നടന്നിട്ടുള്ള ആക്രമണങ്ങൾ, മതാന്ധതയിൽ മനുഷ്യൻ ക്രൂരപിശാചുക്കളായിട്ട് മറ്റ് മതസ്ഥരെ അല്പം പോലും അവരോട് ദയ കാണിക്കാതെ ക്രൂരമായി പീഡിപ്പിക്കുന്ന ചിത്രങ്ങളൊക്കെ നിങ്ങൾ പത്രങ്ങളിലും മറ്റും കണ്ടു കാണും. ഇത്തരത്തിലുള്ള മതാന്ധതയെ അല്ലെങ്കിൽ മതാന്ധതയിൽ നിന്നും നാം സ്വാതന്ത്ര്യം നേടിയിട്ടില്ലെങ്കിൽ ഈ മത അന്ധത പലരെയും ക്രൂരന്മാരും നിഷ്ഠൂരന്മാരുമാക്കി മാറ്റും. അതിന് സമൂഹം ഒറ്റക്കെട്ടായി നിൽക്കണം. കാരണം ഇത്തരം മതാന്ധതകൾ ഒരു രാജ്യത്തിന് വിനാശമാണ്. അതുപോലെ ഇത്തരം ആക്രമണങ്ങൾ നടക്കുമ്പോൾ വളരെ സെലക്റ്റീവായി പ്രതികരിക്കുന്ന ചില രാഷ്ട്രീയ അന്ധതയുള്ളവർ നമ്മുടെ നാട്ടിലുണ്ട്. അവര് മറ്റ് രാജ്യങ്ങളിലൊക്കെ നടക്കുന്നത് കാണും. പക്ഷേ ഹിന്ദു സമൂഹത്തിന് നേരെ, അതുപോലെ മറ്റ് മൈനോറിറ്റിക്കൊക്കെ നേരെ നടക്കുന്ന ആക്രമണങ്ങൾ കാണുമ്പോൾ ഇവരൊന്നും മിണ്ടില്ല. ഇവരാരെയോ ഭയപ്പെടുന്ന പോലെ, അല്ലെങ്കിൽ ഇവർക്കെന്തോ നഷ്ടം സംഭവിക്കാൻ പോകുന്ന പോലെ. ഇത്തരത്തിലുള്ള രാഷ്ട്രീയ അന്ധതയിൽ നിന്നും അതുപോലെ മതാന്ധതയിൽ നിന്നൊക്കെ നാം സ്വാതന്ത്ര്യം നേടിയിട്ടില്ലെങ്കിൽ ഇവിടെ ഒരു പാരസ്പര്യ സ്നേഹത്തിന്റെ, ഐക്യത്തിന്റെ, ഒരുമയുടെ ഒരു സംസ്കൃതി നമുക്ക് ക്രമേണ നഷ്ടപ്പെടും. നാരായണ ഗുരുദേവനൊക്കെ പാടിയ വരികളുടെ അർത്ഥമുണ്ടാവണമെങ്കിൽ നാം അതിനുവേണ്ടി ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണം. ജാതിഭേദം മതദ്വേഷമേതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാ സ്ഥാനമാണിത്. ഭാരതം എല്ലാവർക്കും അഭയം കൊടുത്തിട്ടുള്ള, എല്ലാവർക്കും അവരവരുടെ മതസംസ്കാരം ആചരിക്കാൻ സ്വാതന്ത്ര്യം കൊടുത്തിട്ടുള്ള ഒരു രാജ്യമാണ്. നമ്മളെ സംബന്ധിച്ച് സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് മറ്റുള്ളവർക്ക് അവരവരുടെ വിശ്വാസങ്ങളെ ആചരിക്കാനുള്ള സ്വാതന്ത്ര്യം കൂടിയാണത്. അത് ഭാരതത്തിലുണ്ട്. മറ്റേത് രാജ്യങ്ങളിൽ അത് അനുവദനീയമാണ്. നിങ്ങൾ ചിന്തിക്കണം. അതുകൊണ്ടല്ലേ അത്തരം രാജ്യങ്ങളിലെ പ്രധാനമന്ത്രിമാരൊക്കെ അഭയം തേടുന്ന ഭാരതത്തിലാണ്. എന്തേ മറ്റ് ഇസ്ലാമിക രാജ്യങ്ങൾ ഇല്ലാത്തതുകൊണ്ടാണോ? കാരണം ഇവിടെ ഒരു സുരക്ഷിതത്വമുണ്ട്. അപ്പം അങ്ങനെയുള്ള ഭാരതത്തിന്റെ ചിരപുരാതനമായ സനാതന ധർമ്മ സംസ്കൃതിയെ നിലനിർത്തണം. അപ്പോഴാണ് ഇവിടെ യഥാർത്ഥ സ്വാതന്ത്ര്യം നമുക്ക് നിലനിർത്താൻ സാധിക്കുന്നത്. അതിന് വിവേകാനന്ദ സൂക്തങ്ങൾ നാം ആചരിക്കണം, പ്രചരിപ്പിക്കണം. വിവേകാനന്ദ സ്വാമികൾ പറയും, നിങ്ങൾ അന്ധമായ ദൈവവിശ്വാസമുള്ളവരായി മാറാതെ ദൈവീകത ഉള്ളവരായി മാറും. എനിക്ക് നിങ്ങളോടൊക്കെ പറയാനുള്ള, വാസ്തവത്തിൽ ദൈവമുണ്ടോ? ഈ ചോദ്യം നിങ്ങൾ ആത്മാർത്ഥമായി ചോദിക്കണം. വിവേകാനന്ദ സ്വാമികൾ ഇതാ ചോദിച്ചത്, ദൈവമുണ്ടോ? അങ്ങനെ ഒരു പുറത്തൊരു ദൈവമില്ല. അപ്പൊ നമ്മൾ ഒരുപാട് കാശ് ക്ഷേത്രങ്ങളിലും മറ്റും ചെലവഴിക്കുന്നു. നിങ്ങൾ വിഗ്രഹങ്ങളിൽ ഒരുപാട് അഭിഷേകവും അതൊക്കെ ചെയ്യുന്നതിനേക്കാൾ സർവശ്രേഷ്ഠമാണ് നിങ്ങളുടെ മുഖത്തു നിന്നൊരു പുഞ്ചിരി, സ്നേഹത്തിന്റെ വാക്കുകൾ, സേവനത്തിന്റെ കരങ്ങൾ. ഇത്തരം കാര്യങ്ങൾ നാം നമ്മുടെ സമൂഹത്തിലേക്ക്, സമാജത്തിലേക്ക്, ചുറ്റുപാടിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ അതേറ്റവും സർവശ്രേഷ്ഠമായ പൂജയാണെന്ന് സ്വാമി വിവേകാനന്ദജിയുടെ വരികൾ മറക്കരുത്. അദ്ദേഹം പറഞ്ഞു, മാനവസേവ മാധവസേവ എന്നത്. അപ്പം മാനവരെ സേവിക്കുന്നതിനേക്കാൾ വലിയ പൂജയില്ല. മറ്റതെല്ലാം നിങ്ങളുടെ ഒരു വിശ്വാസമാണ്. ഇതൊരു യാഥാർത്ഥ്യമാണ്. കാരണം ഇവിടെ ദൈവം എന്ന് പറയുന്നത് ഭാരതത്തിൽ വ്യക്തികളല്ല, മീൻസ് ഏതോ അവതാര പുരുഷന്മാരല്ല. ഇവിടെ ദൈവം ദൈവീകതയാണ്. ഓരോരുത്തരിലുമുള്ള ദൈവീക സാന്നിധ്യമാണ്. ഗീതയിൽ അതാണ് കൃഷ്ണൻ പഠിപ്പിച്ചിട്ടുള്ളത്. ഈശ്വര സർവഭൂതാനാം ഹൃദ്ദേശേ തിഷ്ഠതീന. ഈശ്വരൻ സർവരുടെ ഹൃദയത്തിൽ താമസിക്കുന്നു. ഏത് രൂപത്തിൽ? ആത്മരൂപേണ. അപ്പൊ നമ്മുടെ ചുറ്റുമുള്ള സഹജീവികളിൽ നമുക്ക് ഈശ്വരീയത കാണാൻ സാധിക്കണം. ദൈവത്തെ ആരാധിക്കുന്നവരല്ല, ദൈവീകത പ്രകടിപ്പിക്കുന്നവരായി നമുക്ക് മാറണം. അതാണ് വിവേകാനന്ദ സ്വാമികൾ നമ്മളെ പഠിപ്പിച്ചത്. അതുപോലെ രണ്ടാമത്തൊരു കാര്യം, നമ്മുടെ ജീവിതത്തിൽ നാം
സേവനങ്ങളൊക്കെ ചെയ്യുമ്പോഴും നമ്മുടെ ജീവിതത്തിൽ ധൈര്യവും കരുത്തുമുള്ളവരായി തീരാം. പ്രതികരിക്കേണ്ടതിനോട് പ്രതികരിക്കാൻ, ഒറ്റക്കെട്ടായി നിന്ന് പ്രതികരിക്കാൻ നമുക്ക് സാധിക്കുമ്പോഴാണ് ഏത് തരത്തിലുള്ള ക്രൂര മനസ്സുകളെയും നമുക്ക് തടയിടാൻ സാധിക്കുന്നത്. ആക്രമണകാരികൾ എന്തുകൊണ്ടാണ് വിജയിക്കുന്നത്? അവരെ തടയിടാൻ ആരുമില്ല. ബാക്കിയുള്ളവരൊക്കെ പേടിച്ചോടുകയാണ്. നമ്മുടെ കേരളത്തിലെ ചില രാഷ്ട്രീയക്കാരെ പോലെ അവര് ചിലവരുടെ കാര്യത്തിലൊന്നും പ്രതികരിക്കാത്ത എന്തുകൊണ്ടാണ്? അവർക്ക് ഭയമാണ്, ഉള്ളിൽ പേടിയാണ്. അവർ വോട്ട് നഷ്ടപ്പെടുമോ, അങ്ങനെ പലതിനെ അവർ ഭയപ്പെടുന്നു. അപ്പൊ നമുക്ക് വേണ്ടത് പ്രതികരിക്കേണ്ടിടത്ത് ഒറ്റക്കെട്ടായി നാം പ്രതികരിക്കണം. ശബരിമല വിഷയത്തിലൊക്കെ നാം കണ്ടില്ലേ, ഹിന്ദു സമൂഹത്തിന്റെ ആ ഒരു ഐക്യവും അതുപോലെ തന്നെ പ്രതികരിക്കേണ്ടിടത്തുള്ള പ്രതികരണവും ഒക്കെ വന്നപ്പോഴല്ലേ ഇവിടെ വലിയ നവോത്ഥാനവും കൊണ്ടുവന്നവര് അവരുടെ നവോത്ഥാനത്തെ എറിഞ്ഞു പോയത്. അപ്പൊ ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കേണ്ടത്, നമുക്ക് ഇനിയും സ്വാതന്ത്ര്യം വേണം. എവിടെ നിന്ന് സ്വാതന്ത്ര്യം വേണം? ഒന്ന്, അക്രമങ്ങൾ അഴിച്ചുവിടുന്ന മതാന്തകരിൽ നിന്നും അതുപോലെ തന്നെ രാഷ്ട്രീയ അന്ധതയിൽ നിന്നൊക്കെ നമുക്ക് സ്വാതന്ത്ര്യം വേണം. അതിന് നാം സമാജത്തിലേക്കിറങ്ങി സ്നേഹവും സന്തോഷവും പുഞ്ചിരിയും സേവനവും കൊണ്ട്, ഇതാണ് ഏറ്റവും വലിയ ഈശ്വര പൂജ എന്ന് സ്വാമി വിവേകാനന്ദജി ഓർത്തുകൊണ്ട് നാം ജീവിതം മുന്നോട്ട് നയിക്കണം. അതുപോലെ പ്രതികരിക്കേണ്ടടുത്ത് നാം പ്രതികരിക്കാനുള്ള ആർജവും കരുത്തും കാണിക്കണം. അങ്ങനെ നമ്മുടെ ധീര വീര ശൂര പരാക്രമികൾ, രാജ്യസ്നേഹികളായ, ത്യജിച്ച ആ മഹാപുരുഷന്മാർ നേടിത്തന്ന സ്വാതന്ത്ര്യത്തെ നമുക്കും ധീരവീരന്മാരായിട്ട് നിലനിർത്താം. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ സ്വാതന്ത്ര്യദിന ആശംസകൾ നേരുന്നതോടൊപ്പം നമ്മുടെ പൂർവികരായ ധീരവീര മഹാത്മാക്കൾ നമ്മളെ എന്നും വഴി കാണിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ഹരി ഓം, പ്രണാമം.